ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഷോപ്പിംഗ് വ്ളോഗാണ്. അപ്പം നിങ്ങൾക്കറിയാലോ, ഓൾറെഡി ഞാൻ ജർമ്മനിക്ക് പോകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടില്ല, എടുത്തു കഴിയുമ്പോൾ ഡേറ്റ് നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് ജർമ്മനിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഷോപ്പിങ്ങിന് വന്നതാണ്. അപ്പം ഒമാനിൽ നിന്നാണ് ഞാൻ ജർമ്മനിക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എവിടെയാണ് ഇന്ത്യൻ സാധനങ്ങളൊക്കെ കിട്ടുന്നത്, അതുപോലെ എവിടെ നിന്നാണ് ഞാനിതൊക്കെ വാങ്ങിക്കുന്നത്, എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ ജർമ്മനിക്ക് പോകാനായിട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സാധനങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വാങ്ങിയതിന് ശേഷം നിങ്ങളോട് പറയാം. പിന്നെ എവിടെയാണ് ഞങ്ങൾ സാധനം വാങ്ങിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഷോപ്പിലേക്ക് പോകാം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നിസ്വയിലെ ലുലു മാളിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ട് വാങ്ങിക്കുന്നത്. അപ്പോൾ നമുക്ക് ഷോപ്പിനകത്തേക്ക് പോകാം അല്ലേ. അപ്പോൾ ഈ മാളിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ലുലുവിൻ്റെ ഷോപ്പ് കൂടാതെ പോകുന്ന വഴിക്കായിട്ട് നമുക്ക് രണ്ട് സൈഡിലായിട്ടും ഫുഡുകളുടെ ഷോപ്പും അതുപോലെ പ്ലേ ഏരിയ, പെർഫ്യൂം, വാച്ച്, അങ്ങനെ സെപ്പറേറ്റ് നമുക്ക് വേറെ ഷോപ്പുകളും കാണാനായിട്ട് സാധിക്കും. അവിടുന്ന് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാം. അപ്പോൾ ഇപ്പോൾ ഇവിടെ നോയമ്പിൻ്റെ സമയമായതിനാൽ എൻട്രൻസിൻ്റെ ഭാഗമൊക്കെ നന്നായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കയറി വരുമ്പോൾ തന്നെ കാണാം. അപ്പോൾ ഞാനിത് എന്താ പറയുന്നത്, എല്ലാ ഏരിയ ഒന്നും കവർ ചെയ്യുന്നില്ല. കാരണം നമുക്ക് ഓൾറെഡി സാധനം എടുക്കേണ്ട ഏരിയ മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. കാരണം ചേട്ടായി ഓൾറെഡി ഡ്യൂട്ടിയിലായിരുന്നു. അപ്പോൾ ഡ്യൂട്ടിക്ക് ഇടയ്ക്ക് ഓടി വന്നതാണ് സാധനം വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് പെരുന്നാളും മറ്റു കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ലീവും കാര്യങ്ങളും കിട്ടില്ല. അതുകൊണ്ടാണ് ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് തന്നെ ഓടി വന്നത്. അതുകൊണ്ട് യൂണിഫോമിലാണ് ആൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഓടിച്ച് ഈ ഒരു എന്താ പറയുന്ന സെക്ഷനൊക്കെ ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. നമുക്ക് ആവശ്യമുള്ള സെക്ഷനിൽ മാത്രമേ ഞാൻ കയറുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ പറയുന്നത്, നാട്ടിലെ പോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ ഓഫറിലൊക്കെ നമുക്ക് കിട്ടും. അതുപോലെ ഫാമിലി പാക്കുകളായിട്ടാണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ നമുക്കിപ്പോൾ കുട്ടികൾക്കായിട്ടുള്ള ബിസ്ക്കറ്റ്, ചിപ്സ്, അങ്ങനെയുള്ള സാധനങ്ങൾ, അതുപോലെ ഡ്രിങ്ക്സ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഫാമിലി പാക്കായിട്ടും അവൈലബിൾ ആണ്. അത് നമുക്ക് നല്ല പ്രൈസിൽ തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. അപ്പം എന്താ പറയുന്നത്, ഞാൻ പറഞ്ഞില്ല, ഓൾറെഡി ആണെങ്കിൽ നമ്മുടെ ഓൾമോസ്റ്റ് ഷോപ്പിംഗ് ഒക്കെ ഏകദേശം കംപ്ലീറ്റ് ആയി. അപ്പം ഇനിയും കുറച്ച് സാധനങ്ങളൂടെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി മാത്രമായിട്ട് ഞാനിപ്പോൾ ഈ ഷോപ്പിലേക്ക് വന്നത്. അപ്പം ഇവിടെ വെച്ച് നിങ്ങളെ ഈ എന്തൊക്കെയാണ് വാങ്ങിക്കുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. അതുകൊണ്ടാണ് ജസ്റ്റ് വീഡിയോ ഓടിച്ച് കാണിക്കുന്നത്. അപ്പം എന്തൊക്കെയാണ് നമ്മൾ വാങ്ങുന്നതെന്നും മറ്റും അവിടെ ചെന്നിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നതാണ്. ശരിക്കും ഷോപ്പിങ്ങിന് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ സമയം പോകുന്നത് ഡ്രസ്സ് സെലക്ട് ചെയ്യാനായിട്ടാണ്. ഏതായാലും ഈ പ്രാവശ്യം അത്ര ടൈം എടുക്കത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ഡ്രസ്സിൻ്റെയൊക്കെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഓൾമോസ്റ്റ് എല്ലാം തന്നെ വാങ്ങിച്ചു. അപ്പം പിന്നെ അല്ലാത്ത സാധനങ്ങളൊക്കെയാണ് ഇപ്പം ഞാൻ ഇവിടെ നോക്കാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുന്നത്, ബുക്സ്, അതുപോലെ സൂചി, നൂല്, സെറ്റിപ്പൻ, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഐറ്റംസൊക്കെ വാങ്ങിക്കാനാണ് ഈ പ്രാവശ്യം ശരിക്കും വന്നത്. വലിയ നമ്മളിപ്പം കുറേ കൂടെ സമയം സ്പെൻഡ് ചെയ്ത് നോക്കേണ്ട സാധനങ്ങളൊക്കെ ഓൾറെഡി ഞാൻ വാങ്ങിച്ചു. അപ്പോൾ ഷൂ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡ്രസ്സ് ആയിക്കോട്ടെ, വീട്ടിലിടുന്നത്, നൈറ്റ് ഡ്രസ്സ്, അല്ലാത്ത നമ്മുടെ ഡ്രസ്സുകൾ, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഓൾറെഡി ഞാൻ വാങ്ങിച്ചു. അപ്പോൾ അതുകൊണ്ട് ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളായതുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ടാണ് എൻ്റെ ഷോപ്പിംഗ് പോകുന്നത്. അല്ലാത്ത പക്ഷം ഞാൻ ഈ ലുലുവിലോട്ട് കയറുന്ന മാത്രമേ അറിയുള്ളൂ. കുറേ ടൈം കഴിഞ്ഞിട്ട് മാത്രമേ, നമ്മളൊരു 4 മണിക്ക് വന്ന് കയറിക്കഴിഞ്ഞാൽ ടൈം പോകുന്നതേ നമ്മൾ അറിയില്ല. കാരണം ഇങ്ങനെ ഓരോ സെക്ഷനും നമുക്കൊന്നും വാങ്ങിക്കണ്ടെങ്കിൽ പോലും ഒരു സെക്ഷൻ പോലും വിടാതെ എല്ലായിടവും കയറി ഇറങ്ങിയിട്ടേ പോരത്തുള്ളൂ. അപ്പോൾ ഇപ്പം എന്താ പറയുന്നത്, നമുക്ക് ഓൾറെഡി ടൈമും ഇല്ല. ചേട്ടായിക്ക് ഓൾറെഡി പെട്ടെന്ന് തന്നെ പോയി ഡ്യൂട്ടിക്ക് കയറണം. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുന്നത്, അധികം ടൈം നമുക്ക് കളയാനും ഇല്ല. അതുകൊണ്ടാണ് ഈ എല്ലാ സെക്ഷനും കവർ ചെയ്യാത്തത്. പിന്നെ അത് മാത്രമല്ല, എന്താ പറയുന്നത്, നമ്മൾ ഓൾറെഡി എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എല്ലാം വാങ്ങിയെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ കണ്ണി കാണുന്നതൊക്കെ എടുക്കുന്ന ഒരു കൂട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് എന്നെ കൊണ്ട് എപ്പോഴും ചേട്ടൻ പറയും, നിന്നെ ആ സെക്ഷനിൽ കയറണ്ട, ഈ സെക്ഷനിൽ കയറണ്ട എന്നൊക്കെ എന്നോട് പറയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒന്നും വാങ്ങിക്കാനില്ലെങ്കിൽ എല്ലാ സെക്ഷനിലും കയറുന്ന കൂട്ടത്തിലാണ് ഞാൻ. അപ്പോൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പൈസ ചിലവാക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങത്തുള്ളൂ.
അപ്പോൾ ഇപ്പോൾ എന്താ പറയുന്നത്, ടവലും അതുപോലെ തോർത്തൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ. നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ കിട്ടാതെ അല്ലെങ്കിൽ മിസ് ചെയ്യുന്നതെന്ന് തോന്നുന്ന സാധനങ്ങൾ മീനൊക്കെ ഉള്ളൂ. കഴിഞ്ഞാൽ നമ്മുടെ നാടൻ, ഇപ്പം ഞങ്ങളുടെ ഏരിയയിൽ, ഞാൻ ആലപ്പുഴയാണ്, അപ്പോൾ അവിടെ ആറ്റുമീനൊക്കെയാണല്ലോ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇവിടെ എന്താ പറയുന്നത് ഇവിടെ കിട്ടില്ല. അപ്പോൾ അത് മാത്രമാണ് ശരിക്കും നമ്മൾ ശരിക്കും മിസ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. അല്ലാതെ ബാക്കി എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ അരി പോലും ആയപ്പോലും എന്താ പറയുന്നത്, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ തരത്തിലുള്ള അരികളും ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ വടിമട്ട അല്ലെങ്കിൽ ഉണ്ടമട്ട എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ജയയുടെ അരി, അങ്ങനെ കുറേ സൈസ് അരികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതിലൊന്നും നമുക്ക് ബുദ്ധിമുട്ടില്ല. അതുപോലെ തന്നെ നല്ല എക്സ്പോർട്ടിങ് ക്വാളിറ്റി ഉള്ള സാധനങ്ങളും ആണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഗ് നോക്കാനായിട്ടാണ്. ഞാൻ ഓൾറെഡി പെട്ടിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. ഇവിടെ ലുലുവിൽ തന്നെ നമുക്ക് ഓഫർ ഉണ്ടായിരുന്നു, ആ സമയത്താണ് അത് വാങ്ങി വെച്ചത്. പക്ഷേ നമുക്ക് അവിടെ ചെന്നിട്ട് ഡ്യൂട്ടിക്ക് പോകണമെങ്കിലും അതുപോലെ നമുക്ക് ക്ലാസ്സൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിന് പോകാനായിട്ട് ബാഗ് വേണമല്ലോ. അപ്പോൾ അത് നോക്കാനായിട്ടാണ് ഞാൻ വന്നത്. അപ്പം എന്താ പറയുന്നത്, ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെയാണെങ്കിൽ ഹാപ്പി അങ്ങനെ കുറേ ടൈപ്പ് ഉണ്ട്, ബാഗുകൾ അവൈലബിൾ ആണ്. അപ്പം പക്ഷേ നല്ല റേറ്റാണ് കേട്ടോ. ഇതിനൊക്കെ ഓൾമോസ്റ്റ് ഒരു 10 റിയാൽ 15 റിയാൽ ഒക്കെയാണ് വരുന്നത്. അപ്പോൾ എൻ്റെ ചേട്ടായി പറഞ്ഞിട്ട് ഈ ബാഗ് എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഗ്രീൻ കളറുള്ള ബാഗാണത്. കുഴപ്പമില്ല, അതിന് തന്നെ ഒരു 10 റിയാൽ ആയിട്ടുണ്ട് കേട്ടോ. ആ ബാഗ് ഞാൻ നോക്കിയിട്ട് മറ്റേത് വെച്ച് നോക്കിയപ്പോൾ കുറച്ചുകൂടെ കട്ടിയൊക്കെ ഉണ്ട്. അപ്പം അതാണ് ഞാൻ എടുത്തത്. എനിക്ക് ബ്ലാക്ക് എടുക്കണമെന്നായിരുന്നു ആദ്യം, പക്ഷേ മറ്റേത് വെച്ച് നോക്കുമ്പോൾ അതിനാണ് കുറച്ചും കൂടെ കട്ടിയൊക്കെ. അപ്പം അതുകൊണ്ട് ആ ഗ്രീൻ കളറിലെ ബാഗ് തന്നെയാണ് ഞാൻ എടുത്തത്. പ്യൂമയുടെ ബാഗൊക്കെയാണ് ഇവിടെ കിടക്കുന്നത്. എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ. പിന്നെ എപ്പോഴും എന്താ പറയുന്നത്, നമ്മളൊരു പിള്ളേരുടെ ടോയ്സ് വാങ്ങിച്ചാൽ പോലും ലുലുന്ന് വാങ്ങുന്ന സാധനമാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ എറിഞ്ഞാൽ പോലും പൊട്ടില്ലെന്ന് പറയാം. അത്ര നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. പക്ഷേ അത്രത്തോളം റേറ്റും ഉണ്ട് കേട്ടോ. ഈ സെക്ഷൻ ഫുള്ള് ബാഗാണ്. അപ്പോൾ ഇവിടുന്ന് തന്നെയാണ് ഞാൻ എൻ്റെ ലഗേജ് ബാഗ് വാങ്ങിച്ചത് കേട്ടോ. ഓഫറുണ്ട്, കണ്ടില്ലേ, 20% ഒക്കെ ഓഫർ കിടപ്പുണ്ട്. അപ്പം ഞാൻ ഓർത്താണെങ്കിൽ എന്താ പറയുന്നത്, ഫ്ലൈറ്റിൽ പോകുമ്പോഴത്തേക്കിനും നമുക്ക് കുറേ നേരം ഇരിക്കേണ്ടതല്ലേ. അപ്പം ഞാൻ കരുതി ഒരു ട്രാവൽ പില്ലോ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പം എന്താ പറയുന്നത്, അത് നോക്കിക്കൊണ്ടിരിക്കുവാണ്. എനിക്ക് അവിടെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടാണെങ്കിൽ ബോയ്സിനും ഗേൾസിനും ഒക്കെ സെപ്പറേറ്റ് ഓൾറെഡി അതിൽ തന്നെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, ബോയ്സിനുള്ളതും ഗേൾസിനുള്ളതും. അതിന് ഏകദേശം ഒരു 3.5 റിയാലൊക്കെയാണ് വരുന്നത്. അപ്പോൾ ചേട്ടായി ആ കൂട്ടത്തിൽ എല്ലാം ഒരേ ഷേപ്പിലാണ്, പക്ഷേ അതിൽ ഒരെണ്ണം മാത്രം വേറൊരു ഷേപ്പ്. അപ്പോൾ അത് എടുത്ത് ചേട്ടായി കാണിച്ചു. പക്ഷേ എനിക്ക് തോന്നുന്നു അത് കുറച്ചും കൂടെ ഞാൻ വെച്ച് നോക്കിയിട്ട് എനിക്കൊട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അതെടുത്തില്ല, റൗണ്ട് ഷേപ്പിലുള്ളത് തന്നെയാണ് എടുത്തത്. അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു കേട്ടോ. കണ്ടില്ലേ, നിങ്ങൾക്ക് ട്രോളി കാണാമല്ലോ. അപ്പോൾ നമ്മൾ ആകെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ളൂ. ഓൾറെഡി ഓൾമോസ്റ്റ് വലിയൊരു നമ്മുടെ ബിഗ് ഷോപ്പിംഗ് കഴിഞ്ഞതാണ്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങുവാണ്. അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഇനിയും ഓൾറെഡി ആണെങ്കിൽ ഇപ്പം നമ്മൾ കുറച്ച് സാധനം വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഒരു വട്ടം ഷോപ്പിങ്ങിന് വന്നതാണ്. അപ്പോൾ അന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇത് രണ്ടാമത്തെ ഷോപ്പിംഗ് ആണ്. അപ്പം എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണിക്കാം. കാരണം നമുക്ക് ഷോപ്പ് ചെയ്തുകൊണ്ട് സാധനങ്ങളൂടെ കാണിക്കുന്നത് പോസിബിൾ അല്ല. അപ്പം വീട്ടിൽ ചെന്നതിന് ശേഷം ഇതിൽ എന്തൊക്കെയാണ് സാധനങ്ങളുള്ളതെന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പം നമുക്ക് പെട്ടെന്ന് വീട്ടിലോട്ട് പോകാം. അപ്പോൾ സാധനം വാങ്ങിക്കാനായിട്ട് നമ്മൾ തുടങ്ങിയപ്പോൾ ആദ്യം തന്നെ ഞാൻ വാങ്ങിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടിയാണ്. അപ്പോൾ ഇത് വാഗ്നറിൻ്റെ ബ്രാൻഡഡ് ആയിട്ടുള്ള പെട്ടിയാണ്. ഇത് 3 എണ്ണം കൂടെ നമുക്ക് ലുലുന്ന് ഓഫറിൽ കിട്ടിയതാണ്. 40 റിയാലാണ് ഇവിടെ ഓഫറിൽ വന്നത്. അല്ലെങ്കിൽ ഇതിന് 65 റിയാലോ 70 റിയാലോ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. ഓഫർ ആയതുകൊണ്ട് അതൊരു 4 ദിവസം എങ്ങാണ്ടോ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഓഫർ കണ്ടുകൊണ്ട് പെട്ടെന്ന് വാങ്ങി വെച്ചതാണ്. ഇതിന് നമുക്ക് അപ്പോൾ അതുകൊണ്ട് ഒരു 40 റിയാലിന് കിട്ടി. ഇപ്പോൾ 40 റിയാൽ എന്ന് പറയുമ്പോൾ നാട്ടിൽ ഒരു 7,000-8,000 രൂപയൊക്കെ അടുപ്പിച്ച് ആയിട്ടുണ്ടാവും. അങ്ങനെ അപ്പോൾ അത് 3 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 2 എണ്ണം നമുക്ക് ഇതിൽ ഞാൻ വിചാരിക്കുന്ന ഏറ്റവും വലിയ ബാഗിൽ നമുക്കിപ്പോൾ ഈ എന്താ പറയുക സ്പൈസസും നമ്മുടെ സാധനങ്ങളും അച്ചാറും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ കൊണ്ടുപോകാമെന്ന് വിചാരിക്കണം. ഇത് മീഡിയം ടൈപ്പാണ്. ഇതിൽ നമ്മുടെ ഡ്രസ്സും ഇത് ചെക്കിൻ ബാഗായിട്ട് നമുക്ക് കൊണ്ടുപോകാം. ചെക്കിൻ ബാഗ് 7 കിലോ മാത്രമേ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് അങ്ങനെ കൊണ്ടുപോകാമെന്ന് വിചാരിക്കണം. ഇത്
അപ്പോൾ അത് കൂടാതെ പിന്നെ ഞാൻ വാങ്ങിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും വാഗ്നറിൻ്റെ ബാഗാണ് കേട്ടോ. വാഗ്നർ നോക്കി വാങ്ങിച്ചൊന്നും അല്ല കേട്ടോ, ബ്രാൻഡഡ് ആയിട്ടുള്ള ബാഗ് നോക്കാൻ പോയപ്പോൾ അത് അവിചാരിതമായിട്ട് ഇത് വന്ന് കയ്യിൽ പെട്ടതാണ്. അപ്പോൾ ഇത് എനിക്ക് അവിടെ ചെന്നിട്ട് നമുക്കറിയാലോ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് 5-6 മാസത്തോളം. അതുപോലെ നമുക്ക് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഫുഡ് അല്ലെങ്കിൽ വെള്ളമൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബാഗ് വേണമല്ലോ. അപ്പോൾ അതിന് വാങ്ങിച്ചാണ്. ഇതൊരു ഡാർക്ക് ഗ്രീൻ ആണ്. ഇത് വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം ഹൈലൈറ്റിംഗ് ആണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് അത്ര ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു കളറല്ല, ഡാർക്ക് ഗ്രീൻ കളറാണ്. നല്ല ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ബാഗാണ് കേട്ടോ. ഇതിന് തന്നെ ഒരു 10 റിയാൽ ആയിട്ടുണ്ട്, ഒരു 10 റിയാൽ ഇന്നത്തെ 10 റിയാൽ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഡ്രസ്സ് ഐറ്റംസ് ഞാൻ ജസ്റ്റ് കാണിക്കണില്ല, ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് നമുക്കറിയാമല്ലോ, നമുക്ക് വീട്ടിലിടാനായിട്ടുള്ള ഡ്രസ്സുകൾ, അതുപോലെ നമുക്ക് എന്താ പറയുന്നത് ജീൻസ്, പിന്നെ ടോപ്പുകൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ അത് ജീൻസും ടോപ്പൊക്കെ എനിക്ക് ഓൾറെഡി ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അധികം വാങ്ങിക്കേണ്ടി വന്നില്ല, എങ്കിലും വാങ്ങിച്ചു. പിന്നെ വീട്ടിലിടുന്ന ഡ്രസ്സുകൾ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, എത്ര കൊണ്ടുപോകണം എത്ര വേണം എന്നൊക്കെ ഉള്ള. പിന്നെ ഇന്നർ വെയർ, അതുപോലെ പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത് നമ്മുടെ വിൻ്റർ ജാക്കറ്റ് ഒരെണ്ണം വാങ്ങിച്ചു. അപ്പോൾ അത് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ മാസ്കറ്റിലാണെങ്കിൽ നമ്മുടെ ഇവിടെ നിസ്വയിലെങ്ങും ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്കും ഓൾറെഡി വിൻ്റർ ടൈമിൽ കുറേയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ലുലുവിലും കാലിഫോർണിലൊക്കെ. പക്ഷെ ആ ടൈമിൽ ഞങ്ങളത് വാങ്ങി വെച്ചില്ല. അപ്പോൾ അത് കാരണം ഞാൻ പിന്നെ മസ്കറ്റിൽ പോയിട്ട് അവിടെ ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. മസ്കറ്റിൽ എനിക്ക് തോന്നുന്നു സിറ്റി സെൻറ്റർ ആണോ അതോ മസ്കറ്റിൽ ലുലു മാളാണെന്ന് തോന്നുന്നു. അവിടെ ഒരു പപ്പായ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ ചൈനയുടെ ബ്രാൻഡാണ്, പക്ഷേ എങ്കിലും അവിടെ ഒരു വിൻ്റർ ജാക്കറ്റിൻ്റെ മാത്രമായിട്ടുള്ളൊരു പ്രത്യേക കടയായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പം ഞാൻ ജാക്കറ്റ് കാണിക്കാം. അതിന് 25 റിയാലാണ് ആയത്. നാട്ടിൽ ഏകദേശം ഒരു 4000 മുകളിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കാണിച്ചു തരാം കേട്ടോ ജാക്കറ്റ്. അപ്പോൾ പറഞ്ഞ ജാക്കറ്റ് ഞാൻ എന്താ പറയുന്നത് 2 എണ്ണം, പിന്നെ ഒരെണ്ണം ഒരു ജാക്കറ്റ് ഒരെണ്ണം കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ജാക്കറ്റ് അല്ല, ഒരു നമ്മുടെ ഡ്രസ്സ് തന്നെയാണ്. ജാക്കറ്റിൻ്റെ ആ ഒരു തുണി പോലെ വരുന്ന ഇതുപോലെ കംപ്ലീറ്റ് ഒരു തുണി വരുന്ന ഒരു ഡ്രസ്സ് കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് എവിടെ ഞാൻ വെച്ചു എന്ന് അറിയില്ല, എവിടെയോ ഇതിനകത്ത് അടുക്കി വെച്ച് കൂട്ടത്തിൽ കയറ്റി വെച്ചു. അപ്പോൾ ഇതാണ് ജാക്കറ്റ്. ഇത് രണ്ടും എന്താ പറയുന്നത് നമ്മുടെ വിൻ്റർ ജാക്കറ്റാണ്. ഇത് കണ്ടില്ല, ഇതിനാണ് ഞാൻ പറഞ്ഞ 25 റിയാലായി. ഇതിനകത്ത് ഉണ്ടാവും ഇതുപോലെ നല്ല ഹീറ്റൊക്കെ നിൽക്കുന്ന രീതിയിലുള്ള മെറ്റീരിയലാണ് ഇതിനകത്തൊക്കെ ഉള്ളത്. അപ്പോൾ അറിയില്ല എത്രത്തോളം എന്താ പറയുന്നത് ഉപകാരപ്പെടുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പോൾ അവിടെ ഓൾറെഡി നമുക്ക് ജർമ്മനിയിൽ വിൻ്റർ സീസൺ അല്ലല്ലോ, വിൻ്റർ സീസൺ മാറി സ്പ്രിംഗ് സീസൺ ആയിക്കൊണ്ടിരിക്കുമല്ലേ. അതുകൊണ്ട് തണുപ്പ് കുറവുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ഇവിടുന്ന് ആദ്യമായിട്ട് അവിടോട്ട് ചെല്ലുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് തണുപ്പ് ഫീൽ ചെയ്യും. പിന്നെ നമ്മളിപ്പം ഫ്ലൈറ്റിലായാലും നല്ല തണുപ്പൊക്കെ ഉണ്ടാവില്ല. എന്തായാലും നമ്മുടെ ഒരു ജാക്കറ്റ് ഉണ്ടാവണം. അതുകൊണ്ട് ഒരെണ്ണം വാങ്ങിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇതാണ് കിട്ടിയത്. ഞാൻ നോക്കിയതിൽ കൂട്ടത്തിൽ കുറച്ച് ബെറ്ററായിട്ട് തോന്നിയതാണ് എടുത്തത്. ഇതിന് തന്നെ 25 റിയാലായി. പിന്നെ ഒരെണ്ണം എടുത്തത് ഇത് അതുപോലെ തന്നെ, ഇത് അത്ര കട്ടിയില്ല, പക്ഷെ നമുക്ക് ജസ്റ്റ് ജീൻസിൻ്റെ ഒക്കെ ടോപ്പ് പോലൊക്കെ തന്നെ ഇടാം. ഇതിനൊരു 8 റിയാൽ. ഇത് ബ്ലൂ 7 എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ആണ്. ഒരു 8 റിയാലായിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുന്നു പോകുമ്പോൾ ഇതിട്ടിട്ട് ഇതിനകത്ത് വേറൊരു ബനിയനും ഇടണം, ഇതുകൂടി ഇതിട്ടിട്ട് പോകാം എന്ന് വിചാരിക്കുന്നു. എനിക്കറിയില്ല ഇത് എത്രത്തോളം തണുപ്പിനെ പ്രിവെൻറ്റ് ചെയ്യുമെന്നുള്ളത് എനിക്കറിയില്ല. എനിവേ ഇത് 2 എണ്ണമാണ് നമ്മൾ വാങ്ങിച്ചത്. പിന്നെ വേറെ ഡ്രസ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ അത് എന്തായാലും കാണിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ എന്തൊക്കെ ഡ്രസ്സ് കൊണ്ടുപോകണം എന്നുള്ളത്. അപ്പോൾ അത് 2 എണ്ണമാണ് ആദ്യം വാങ്ങിയത്. ഇനി അടുത്ത് നമുക്ക് നമ്മുടെ എന്താ പറയുന്നത് കിച്ചൺ ഐറ്റംസ്, അതുപോലെ മസാല, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണാം. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് എന്താ പറയുന്നത് കിച്ചൺ ഐറ്റംസ്, സാധനങ്ങൾ, ഫുഡ് അങ്ങനെയുള്ളതൊക്കെയാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ മസാലകൾ ആദ്യം ഞാൻ പറയാം. ഓൾറെഡി നമ്മൾ എന്താ പറയുന്നത് മുളക് പൊടി, നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറാണ് വാങ്ങിച്ചിരിക്കുന്നുണ്ട്. എനിക്ക് സ്പൈസി ആയിട്ടുള്ള മുളക് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. അതുപോലെ ഗരം മസാല, ഇതൊക്കെ 2 കവർ വെച്ച് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കൊറിയാണ്ടർ പൗഡർ, അതുപോലെ തന്നെ ആണെങ്കിൽ മസാല കൂട്ട് പറയുവാണെങ്കിൽ നമ്മുടെ സ്പൈസസ് ആണ്. എന്താണ് ഗ്രാമ്പു, ഏലക്ക, ജീരകമാണെന്നുണ്ടെങ്കിൽ ചെറിയ ജീരകവും വലിയ ജീരകവും സെപ്പറേറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ ഇതാണെങ്കിൽ നമ്മുടെ കരിഞ്ജീരകമാണ്. അപ്പോൾ കരിഞ്ജീരകം ഇത് എനിക്ക് എന്താ പറയുന്നത് ഹെയർ കെയറിന് വേണ്ടിയുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വീക്കിലി വൺസ് ഹെയറിൽ അപ്ലൈ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഹെയർ ഓയിൽ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത് ഞാൻ വാങ്ങിച്ചത്. അത് അവിടെ കിട്ടുമോ ഇല്ലയോ എന്നുള്ള എനിക്കറിയില്ല.
പിന്നെ വാങ്ങിച്ചത് കൊറിയാണ്ടർ പൗഡർ അതുപോലെ തന്നെ 2 കവർ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഈ നമ്മുടെ ഇതിനെന്താണ് പറയുന്നത്, അല്ല ഇത് ഈ സ്ഥലം കറുകപ്പട്ട. അപ്പോൾ കറുകപ്പട്ടയും ഏലക്കയും ഗ്രാമ്പും ഇതെല്ലാം കൂടെ ഒന്നിച്ചുള്ള ഒരു ചെറിയ പാക്കറ്റ്. കാരണം ഞാൻ നോക്കിയപ്പോൾ കറുകപ്പട്ടയുടെ പാക്കറ്റ് വലിയ പാക്കറ്റാണ്. അപ്പോൾ അത്ര നമുക്ക് ആവശ്യമില്ലല്ലോ, നമ്മൾ അത്ര യൂസ് ചെയ്യില്ല. അതുകൊണ്ട് ഞാനിതൊരു മിക്സിങ് ആയിട്ടുള്ള ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഉണ്ടമുളക്. ഇത് ഇടയ്ക്ക് നമുക്ക് എന്താ പറയുന്നത് കറിക്കകത്തൊക്കെ ഇടാനായിട്ട് എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ അത് ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് അത് മസാല ഐറ്റംസ് ഒക്കെ ഇത്രയാണ് വാങ്ങിച്ചത്. പിന്നെ അതുപോലെ ഇത് എന്താണ് നമ്മുടെ ഉലുവ. ഇത് ഇത്രയും വാങ്ങിച്ചതിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഹെയർ കെയറിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ അത് ഞാൻ ഓയിൽ ഉണ്ടാക്കാനും അതുപോലെ ഹെയർ പാക്ക് ആയിട്ടൊക്കെ തലയിൽ ഇടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആണ് ഞാൻ ഇത്ര വാങ്ങിച്ചത്. അവിടെ ഇതൊക്കെ കിട്ടത്തില്ല എന്നല്ല, ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഓൾറെഡി നമുക്ക് തന്ന നമ്മുടെ അക്കാഡമിയിൽ നിന്ന് തന്ന ലിസ്റ്റിൽ ഓൾറെഡി ഈ സ്പൈസസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ പേഴ്സണൽ ഐറ്റംസ് ആണ്, ചെറിയ നമ്മുടെ ഹെയർ കെയറിനുള്ള സാധനങ്ങളാണ്. കരിഞ്ജീരകവും ഉലുവയൊക്കെ ഞാൻ എക്സ്ട്രാ വാങ്ങിച്ചത്. പിന്നെ വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാര. അപ്പോൾ ഇത് എന്താ പറയുന്നത് ഒരു ബ്രൗൺ കളറിലെ പൊടിയായിട്ടുള്ളതാണ് പഞ്ചസാര. ഇത് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു പഞ്ചസാര കേട്ടോ. പിന്നെ ആണെങ്കിൽ അരി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇത് ബിരിയാണി റൈസ് ആണ്. ഇത് ഒരു കിലോ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ നോർമൽ അരിയില്ലേ, നമ്മൾ ചോറ് വെക്കണ അരി, അപ്പം അത് ഇത് 5 കിലോയുടെ പാക്കറ്റ്. ഇത് നമ്മുടെ വരിമട്ട എന്ന് പറയുന്ന റൈസാണ്. അപ്പം ഇത് ഫുള്ള് ഞാൻ കൊണ്ടുപോകുന്നില്ല, ഒരു 2 കിലോ ഒക്കെ കൊണ്ടുവരാനായിട്ടാണ് അവർ പറഞ്ഞത്. അപ്പോൾ അവിടെ ചെന്നാലും നമുക്ക് കഞ്ഞിയും പയറൊക്കെ ആയിരിക്കും. അങ്ങനെയാണെന്ന് തോന്നുന്നു. കാരണം ഇത് അവിടെ കിട്ടോ ഇല്ലോ എന്നുള്ള അറിയില്ല. എന്തായാലും അവർ കൊണ്ടുവരണോ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു 2 കിലോ അത് വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ ബിരിയാണി റൈസ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ പയർ, നമുക്ക് പെട്ടെന്ന് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കഞ്ഞിയും പയറൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിന് പയർ വാങ്ങിച്ചിട്ടുണ്ട്. രണ്ടും കൂടെ ഒന്നിച്ചിട്ട് അടിച്ചാലും നമുക്ക് പെട്ടെന്ന് കറിയില്ലെങ്കിലേ പെട്ടെന്നാണ് നമുക്ക് കഴിക്കാമല്ലോ. അതുപോലെ പുട്ടുപൊടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മൾട്ടിഗ്രെയിൻ പുട്ടുപൊടി ഒരു 2 കവർ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ 1 കവർ റവ. പിന്നെ ആണെങ്കിൽ ഇത് സൂചി ഗോതമ്പാണ്. സൂചി ഗോതമ്പ് ഒരു എന്താ പറയുന്നത് 1 കിലോ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പ്രിപ്പയർ ചെയ്യാൻ, നമുക്ക് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണ്. തീരെ പൊടിയാണ്, അതുകൊണ്ട് വേവാനും അധികം സമയം എടുക്കത്തില്ല, പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. അത് മാത്രമല്ല കുറച്ചിട്ടാൽ മതി, അത് പെട്ടെന്ന് വെള്ളത്തിൽ ഇട്ട് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് അങ്ങനെ വീർത്ത് വരും. അപ്പോൾ നമുക്ക് കുറേ ക്വാണ്ടിറ്റി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇത് 1 കിലോ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ അവല് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അവല് വിളയിച്ചൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ ഇവിടെ വിളയിക്കണമെങ്കിൽ ഞാൻ തന്നെ ചെയ്യണം. അതുകൊണ്ട് ഞാനിത് ജസ്റ്റ് അവലായിട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. വേണമെങ്കിൽ നമുക്ക് അല്ലാതെ നനച്ച് കഴിക്കാം. വിളയിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെന്നിട്ട് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് അവലൊരു കവർ എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എടുത്തേക്കുന്ന സാധനം വേറെ മാഗിയാണ്. ഇതൊരു 3-4 കവർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 6 കവറോളം എടുത്തിട്ടുണ്ട് മാഗി. കാരണം ഇത് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇത് നമുക്ക് ഇത്ര ഫുഡ് ഐറ്റംസ് കൊണ്ടുപോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ നമ്മൾ ചെന്ന് നമുക്ക് 1 മാസം കഴിയുമ്പോൾ സാലറി കിട്ടുള്ളൂ. നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും അത് നമുക്ക് ഫുഡ് ഐറ്റംസിന് വേറെ എന്തെങ്കിലും ചിലവോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് വേണ്ടേ. അപ്പം അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം 1 മാസം നമുക്ക് പിടിച്ച് നിൽക്കത്തക്ക സാധനങ്ങളെല്ലാം നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ സ്റ്റോർ എവിടെയാണെന്ന് നമുക്കറിയില്ല. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മളെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനുണ്ടോ, മലയാളീസ് ഉണ്ടോ, അങ്ങനെ ഒന്നും നമുക്ക് അറിയില്ലല്ലോ. നമ്മളിപ്പോൾ ഏജൻസിക്കാർ അവിടെ കൊണ്ടുവന്ന് ആക്കിയിട്ട് അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ചതിന് ശേഷം അവർ പോകും. പിന്നെ നമ്മൾ വേണം അവിടെ സർവൈവ് ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് അതൊന്നും അറിയാത്തതുകൊണ്ടാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവരണമെന്ന് പറയുന്നത്. ഓൾറെഡി നമ്മുടെ ഏജൻസിയിലും പറഞ്ഞ് നിങ്ങൾക്കിപ്പോൾ ഇത് കാണുമ്പോൾ അത്ഭുതം തോന്നി, ഇതെന്തെന്ന് അവിടെ കട നടത്താൻ വല്ല പോവാണെന്ന്. പക്ഷേ ഏജൻസിയിൽ നിന്ന് നമുക്ക് തന്ന ലിസ്റ്റിലും അതുപോലെ തന്നെ അവിടെ പോയിട്ടുള്ള ആൾക്കാരോട് നമ്മൾ ചോദിച്ച ലിസ്റ്റിലും എല്ലാം ഉണ്ടായിരുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, അപ്പം മാഗിയുടെ കവർ 6 എണ്ണം ഞാൻ ഓരോന്നിനകത്ത് 5 പീസ് വെച്ചിട്ടുണ്ട്, അത് വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് എന്താ പറയുക ഓട്സ് ആണ്. അപ്പോൾ ഇത് ഫ്രൂട്ട്സും ഒക്കെ ആയിട്ടുള്ളൊരു ഫ്രൂട്ട്സൊക്കെ സ്ട്രോബെറി അതുപോലെ ബ്ലൂബെറി ഇതൊക്കെ അടങ്ങിയിട്ടുള്ളൊരു ഓട്സാണ്. അപ്പോൾ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ഓട്സാണ്. നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പമുണ്ടല്ലോ ഡ്യൂട്ടിക്കൊക്കെ പോകുന്ന സമയത്ത്. അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഫ്ലെക്സ് ആണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ കവറോടെ കൊണ്ടുപോകണ്ട കേട്ടോ. ഇതിനകത്ത് ഇതിൻ്റെ സ്പെഷ്യൽ വേറെ കവറുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ജസ്റ്റ് എയർ കളഞ്ഞിട്ട് ഇതിങ്ങനെ കൊണ്ടുപോകുന്നു.
കവറൊന്നും അതോടെ കൊണ്ടുപോകത്തില്ല, വെയിറ്റ് കൂടുതലായിരിക്കും. ഇത് കോൺഫ്ലെക്സ്, നമുക്ക് പാലൊക്കെ ഉണ്ടെങ്കിൽ പണ്ട് കടയിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് നമുക്ക് പോകാം. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ പോലെയുള്ള ഫുഡൊന്നും ഉണ്ടാക്കി കഴിക്കാനുള്ള ടൈമൊന്നും നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ എല്ലാം ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് ആണ് ഇതെല്ലാം, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങൾ. പിന്നെ ഒരു നമ്മുടെ പാരച്യൂട്ട്. അപ്പോൾ ഇത് ഞാൻ സാധാരണ ആണെങ്കിൽ ഇപ്പോൾ നേരത്തെ പാരച്യൂട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, പക്ഷേ ഇപ്പം ഞാനിത് എണ്ണ, നമ്മുടെ ഈ ഉലുവയും അതുപോലെ കരിഞ്ചീരൊക്കെ ഇട്ടിട്ട് എണ്ണ മുറിക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ എണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അതിന് വേണ്ടി. അപ്പോൾ അത് പാരച്യൂട്ട് ഒരെണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം കൂടെ ഞാൻ പാരച്യൂട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇങ്ങനെ തന്നെ കൊണ്ടുപോകും, അഥവാ എണ്ണ നമുക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ. പിന്നെ എണ്ണ കനച്ച് പോവുകയെല്ലാം ചെയ്താലേ, നമ്മൾ ഓൾറെഡി മുറുക്കിക്കൊണ്ട് പോകുന്ന എണ്ണ കനച്ചൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോയില്ലേ. അപ്പം അതിനാണ് ഇത് ഒരെണ്ണം എടുത്തത്. ഇതിൽ പകുതി എടുത്തുന്ന എനിക്ക് എണ്ണ മുറുക്കണം, പിന്നെ പകുതി നമുക്ക് വിളക്ക് കത്തിക്കാനായിട്ട് മറ്റൊക്കെ വേണം. അതിന് വേണ്ടിയാണ് 2 എണ്ണം വാങ്ങിച്ചത്. പിന്നെ ഇത് ഒലിവ് ഓയിൽ. ഇവിടെ ഞാൻ കറികൾക്കെല്ലാം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് ഒലിവ് ഓയിലാണ്, അപ്പോൾ അത് ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ നെയ്യ്, അതുപോലെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമ്മൾ കൊണ്ടുപോകണം ഇവിടുന്ന്. ഉപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് പറയുന്നത്, ഇത് പുളി, നമ്മുടെ വാളംപുളി. വാളംപുളി, ഇത് വാളംപുളി അല്ലേ ഏട്ടേ? അല്ലേ? ഓക്കെ, ഇത് വാളംപുളി. കുടംപുളി കൂടെ എടുക്കണം കേട്ടോ. കുടംപുളി ഞാനങ്ങനെ മീൻകറി ഒന്നും കഴിക്കൽ അധികം ഇല്ല, എന്നാലും കുറച്ച് എടുക്കണം. പിന്നെ കൽക്കണ്ടം വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും വല്ല ചുമയോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ അതിന് കുറച്ച് കൽക്കണ്ടം വാങ്ങിച്ചു. അതുപോലെ പപ്പടം വാങ്ങിച്ചു. നമുക്ക് കഞ്ഞിയും പയറും പപ്പടവും അവിടെ ചെന്നിട്ടുള്ള മെയിൻ ആഹാരം. ജർമ്മനി ആണ്, യൂറോപ്പ് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എവിടെ ചെന്നാലും നമുക്ക് കഞ്ഞിയും പയറുമാണ്. അപ്പോൾ പപ്പടം വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണെങ്കിൽ മദ്രാസ് പപ്പടമാണ്. ഇത് കുറച്ചുകൂടെ എന്താ പറയുന്നത്, ഡേറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാനിത് എടുത്തത്. എനിക്കൊന്ന് 1 വർഷം അടുപ്പിച്ചുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ആണെങ്കിൽ ഇത് നമ്മുടെ പെപ്പർ പൗഡറാണ്. ഇത് നമുക്ക് ആവശ്യം വരുമല്ലോ. അപ്പം അത് ഓൾറെഡി പൊടിച്ച ഇതാണ്, അതുകൊണ്ട് അവിടെ ചെന്നിട്ട് നമുക്ക് മിക്സിയും കാര്യങ്ങളൊന്നും ഉണ്ടാവുമല്ലോ, നമ്മൾ വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് പൊടിച്ചതാണ് വാങ്ങിയത്. പിന്നെ തേയില, ചായപ്പൊടി എനിക്ക് അധികമില്ല. മെയിനായിട്ട് ഇതെൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ വീക്ക്ലി വൺസ് എനിക്കൊരു ഹെയർ കെയർ ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ തേയില ഇടാറുണ്ട്. നമുക്ക് മുടിയൊക്കെ പൊടിയുന്നതിന് 1 സ്പൂൺ തേയില ഇട്ടിട്ട് അത് തലയിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത് നല്ലതാണ്. പിന്നെ ഇടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ചായ ഇട്ട് കുടിക്കാം. എനിക്ക് കാപ്പിയാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കാപ്പിപ്പൊടി വാങ്ങിച്ചിട്ടുണ്ട്. ഇതെന്താണ്, ക്ലാസിനോ എന്ന് പറയുന്ന അതിൻ്റെ ഗോൾഡൻ ടൈപ്പാണ് വാങ്ങിച്ചേക്കുന്നത് കാപ്പിപ്പൊടി. പിന്നെ എന്താ പറയുന്നത്, അച്ചാറൊന്നും നമുക്കിവിടെ ഇട്ട് തരാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബ്രാഹ്മിൻസിൻ്റെ അച്ചാർ ലുലുന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് ജിഞ്ചറിൻ്റെ, ഇത് ഗാർലിക്കിൻ്റെ. പിന്നെ നോൺ വെജ് ആയിട്ടുള്ള അച്ചാറുകളൊന്നും വാങ്ങിച്ചിട്ടില്ല. ഇത് 2 എണ്ണം വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ ഇത് മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ എന്താ പറയുന്നത് കിച്ചൺ ഐറ്റംസ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കൊണ്ടുപോകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇതൊക്കെ നിങ്ങളുടെ താല്പര്യമാണ്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് കഴിക്കാൻ ഇഷ്ടമുള്ളത് അതൊക്കെ നിങ്ങൾക്ക് കൊണ്ടുപോകാം. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 1 മാസം വലിയ ടെൻഷൻ ഇല്ലാതെ പിടിച്ച് നിൽക്കാം. നമുക്ക് അവിടെ ചെന്നിട്ട് ഇപ്പോൾ ഷോപ്പ് അറിയാം, ഇപ്പം നിങ്ങളുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ കൂട്ടുകാരോ അങ്ങനെയൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമായിരിക്കും. 1 മാസം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി സാധനം വാങ്ങിക്കാനും എടുക്കാനും ഒക്കെ. അപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ കൂടെ ആരുമില്ല, അവിടെ ചെന്നിട്ട് ആരെങ്കിലും ഉണ്ടോയെന്നും എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞാനിതെല്ലാം കരുതിയത്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്യൂട്ടി പ്രൊഡക്ട്സ് ഞാൻ കാണിച്ചു തരാം. ഇത്തിരി ഒന്നുമില്ല എങ്കിലും കുറച്ച് ഐറ്റംസ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്താ പറയുന്നത്, പ്രധാനമായിട്ട് നമുക്ക് ക്രീം, മോയ്സ്ചറൈസിങ് ക്രീം, ഇതൊക്കെ അവിടെ ഓക്കെ ആണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എന്തായാലും വിൻ്റർ ടൈമിൽ ചിലപ്പോൾ നമുക്കിത് പറ്റില്ല, അല്ലാത്ത ടൈമിലൊക്കെ നമുക്ക് ഓക്കെയാണ്. ഞാനിവിടെ സ്ഥിരമായിട്ട് ഇപ്പോൾ ജോൺസൺ ആൻഡ് ജോൺസൻ്റെ ക്രീമാണ് ഉപയോഗിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത് പിള്ളേർക്ക് വേണ്ടി വാങ്ങിയതായിരുന്നു. അപ്പോൾ എനിക്ക് ഉപയോഗിച്ചപ്പോൾ എനിക്ക് നല്ല എന്താ പറയുന്നത്, നല്ല മോയ്സ്ചറൈസിങ് ആയിട്ട് തോന്നി. ഇവിടെ ചില സമയത്ത് നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആവത്തില്ലേ, അപ്പോൾ എനിക്ക് ഉപയോഗിച്ചപ്പോൾ നല്ല റിസൾട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് സ്ഥിരമാക്കി. ഇത് തന്നെയാണ് ഫേസിലും അതുപോലെ കയ്യിലും കാലിലും ഒക്കെ ഇടുന്നത് ഇത് തന്നെയാണ്. അതുകൊണ്ട് ഇത് രണ്ടും എന്താ പറയുന്നത് ഒരേ ബ്രാൻഡ് തന്നെയാണ്, പക്ഷേ എന്താ പറയുന്നത് 2 ടൈപ്പാണ്. ജോൺസൺ ആൻഡ് ജോൺസൻ്റെ ഇതാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അവിടെ ചെന്നിട്ട് ഇനി നമുക്ക് അവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് അവിടെ നിന്ന് വാങ്ങിക്കാം. അതുപോലെ തന്നെ ഒരു ഗ്ലിസറിൻ്റെ ഒരു ക്രീം വാങ്ങിച്ചിട്ടുണ്ട്, ഗ്ലിസറിൻ ക്രീം. ഇതുപോലെ നമുക്ക് കാലിലൊക്കെ ആണെങ്കിൽ ചെറുതായിട്ട് കാലിൽ ഇങ്ങനെ വിണ്ട് കീറൽ പോലെയൊക്കെ വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് നമുക്കിത് നല്ല യൂസ്ഫുൾ ആയിരിക്കും.
അതുകൊണ്ട് ഇത് വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ ഇതൊക്കെ ഉപയോഗിച്ച് എനിക്ക് ഇവിടെ ഓക്കെ ആയിട്ടുള്ളതാണ് കേട്ടോ. അവിടെ എത്രത്തോളം ഓക്കെ ആണെന്ന് അറിയില്ല, അത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ പറയും. പിന്നെ ഒരു ഫേസ് വാഷ് വാങ്ങിച്ചു. അപ്പോൾ അത് എന്താ പറയുന്നത്, വിക്കോയുടെ ആയുർവേദിക് ആയിട്ടുള്ള ഫേസ് വാഷ്. ഞാൻ പൊതുവെ അങ്ങനെ ഫേസ് വാഷ് ഒന്നും അധികം ഉപയോഗിക്കാറില്ല, സോപ്പ് തന്നെയാണ് ഉപയോഗിക്കാറ്. പക്ഷെ എങ്കിലും ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു, കാരണം നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ നമുക്ക് ആവശ്യം വന്നാലോ, അപ്പം അതുകൊണ്ട് അതൊരെണ്ണം വാങ്ങിച്ചു. പിന്നെ ഞാൻ ഷാമ്പു ആണ് വാങ്ങിച്ചിരുന്നത്. ഷാമ്പു എനിക്കിവിടെ വേറെ ഒരു ഷാമ്പുവും പറ്റത്തില്ല, ദീദിയുടെ ഷാമ്പു മാത്രമേ എനിക്ക് ഓക്കെ ആയിട്ടുള്ളതുള്ളൂ. കാരണം വേറെ ഏത് ഷാമ്പു യൂസ് ചെയ്താലും, ഞാൻ ഒത്തിരി ഷാമ്പു സൺസിൽക്ക്, ഹെഡ് ആൻഡ് ഷോൾഡർ അങ്ങനെ ഒത്തിരി മാറ്റി മാറ്റി യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. എനിക്കത് ഏത് യൂസ് ചെയ്താലും ഭയങ്കര ഹെഡേക്കാണ്. അതിൽ എനിക്ക് കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നി. എനിക്ക് വേറെ ഇത് യൂസ് ചെയ്യുമ്പോൾ, ദീദിയുടെ ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഹെഡേക്ക് കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇതെനിക്ക് ഓക്കെയാണ്. അതുകൊണ്ട് ഇത് ഞാൻ 2 വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും വീക്കിലി ഒരു 1 അല്ലെങ്കിൽ 2 ഞാൻ ഷാമ്പു ബാത്ത് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഇതാണെങ്കിൽ പോലും ഞാൻ ഡയറക്റ്റ് തലയിലേക്ക് അപ്ലൈ ചെയ്തില്ല കേട്ടോ. ഇത് ഡൈല്യൂട്ട് ആക്കിയിട്ട്, വെള്ളത്തിൽ ഡൈല്യൂട്ട് ആക്കിയിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യാറ്. അതുപോലെ ഇത് ഞാൻ പുതിയ ഒരെണ്ണം ഇത് നോക്കാൻ ചെന്നപ്പോൾ കണ്ടതാണേ. ഇത് ധാത്രിയുടെ ആണ്, ചെമ്പരത്തി താളി എന്ന് പറഞ്ഞിട്ടൊന്നും. കണ്ടിട്ട് എങ്ങനെയാണെന്ന് അറിയില്ല, ഞാൻ ഉപയോഗിച്ചിട്ട് ഞാൻ പറയാം. ഇതിനി അവിടെ കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. ഇനിമേ ഞാൻ ഒരു പാക്കറ്റ് ഒരു ഇത് വാങ്ങിച്ചിട്ടുണ്ട്, ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഡിയോഡ്രൻറ്റ്, നിവ്യയുടെ ഒരു ഡിയോഡ്രൻറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് വളരെ ലൈറ്റായിട്ടുള്ളൊരു സ്മെല്ലുള്ളതായിട്ട്. എനിക്ക് ഹാർഡായിട്ടുള്ള സ്മെല്ലുകളും അതിന് ഭയങ്കര കുത്തുന്ന സ്മെല്ലുകളൊന്നും ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് ഇത് ലൈറ്റ് ഒരു സ്മെല്ലാണ്. ഇത് പേൾ ആൻഡ് ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരിതാണ്, നിവ്യയുടെ ബ്രാൻഡാണ്. പിന്നെ ഉള്ളത് പൗഡർ യാഡ്ലിയുടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് എന്താ പറയുക, മെയ്ഡ് ഇൻ ലണ്ടൻ ആണ്, നല്ല സ്മെല്ലാണ്. ഇത് ഈ പറഞ്ഞ പോലെ ഒരു ലൈറ്റ് സ്മെല്ലാണ്. പിന്നെ നമുക്കിതിനകത്ത് വരുന്ന മെയിൻ ഒരു സാധനമാണ് നമ്മുടെ അത്തർ. ഞാൻ സ്പ്രേ ഇപ്പോൾ അധികം യൂസ് ചെയ്യൽ കുറവാണ്. സ്പ്രേ ചിലപ്പോൾ വാങ്ങിക്കും, ചിലപ്പോൾ വാങ്ങിക്കില്ല. എന്തായാലും ഞാൻ അത്തർ ഒരു 3-4 വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടുതലും നൂറയല്ലേ നൂറ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആണ്. ഇത് നല്ല സ്മെല്ലാണ്. നമ്മുടെ ഈ ഒരു അഗർബത്തീസിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ വരും. എനിക്ക് അതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. ലൈറ്റ് സ്മെല്ലാണ്. നമുക്കത് അടിക്കുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് നമുക്കൊരു ചില സ്മെല്ലുകളുള്ള സ്പ്രേ ഒക്കെ അടിക്കുമ്പോൾ ഭയങ്കര തലവേദനയൊക്കെ എടുക്കും. ഇതൊരു ലൈറ്റ് സ്മെല്ലായിട്ടുള്ള അത്തറാണ്. ഇതെല്ലാം അത്തറാണ്. ഞാൻ അത്തർ വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പ്രേക്കാടി കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്ന അത്തറാണ് ഇത്. പിന്നെ ഹർമൈൻ അല്ലേ, ഹർമൈൻ ആണോ? ഹർമിൻ എന്ന് പറയുന്ന സുൽത്താൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ അത്തറാണ്. ഇതും ഒരു ലൈറ്റ് സ്മെല്ലാണ്. ഇതും അത് തന്നെയാണ്, മ്യൂസിക് അൽ ഹർമിൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ സ്പ്രേ ഇത് 2 ഞാൻ എടുക്കും. എനിക്ക് ഇതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്, നൂറയുടെ. അതുകൊണ്ട് ഇത് 2 എടുത്തു. ബാക്കി ഇത് 2. ഓക്കെ, അപ്പോൾ അത് അത്തർ വാങ്ങിച്ചിട്ടുണ്ട്. സ്പ്രേ ഞാൻ ഇനി വാങ്ങിക്കുമല്ലോ എന്നുള്ളത് അറിയില്ല, ചിലപ്പോൾ വാങ്ങിക്കും, ചിലപ്പോൾ വാങ്ങിക്കില്ല. ഓക്കെ, പിന്നെ ഒരു വാറ്റികയുടെ എന്താ പറയുന്നത്, നമ്മുടെ ഹെയർ ഫാൾ കൺട്രോൾ, നമ്മുടെ സ്റ്റൈലിംഗ് ഹെയർ ക്രീമില്ലേ, അതൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് വാറ്റികയുടെ. ഞാൻ ഇതുവരെയും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ പക്ഷെ ഞാൻ വിചാരിച്ചു ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോഴേ എൻ്റെ ഹെയർ എല്ലാം ഇങ്ങനെ ഈ പൊട്ടി ഇരിക്കുന്ന ഹെയറുകൾ ഒത്തിരി ഉള്ളതുകൊണ്ട് ഇതിങ്ങനെ പൊങ്ങിയിരിക്കും കുറേ എണ്ണം. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യാൻ വേണ്ടി ഞാനിത് വാങ്ങിച്ചതാണ്. ഇത് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല, ഇത് മമ്മി പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് തേൻ. ഇത് നമുക്കറിയാലോ, നമുക്ക് എന്തെങ്കിലും ചുമയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് നല്ല യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഫേസിന് ഞാൻ തേനും അതുപോലെ തക്കാളിയൊക്കെ ഞാൻ ഫേസിൽ ഇടയ്ക്കിടാറുണ്ട്, ഫേസ് ഡള്ളായിരുന്ന സമയത്തൊക്കെ. അപ്പം അതുകൊണ്ട് അത് ഒരെണ്ണം വാങ്ങിച്ചു. ഇത് ഞാൻ തൽക്കാലം ഇവിടത്തേക്ക് വാങ്ങിച്ചതാണ്, വേറൊരെണ്ണം വരുന്നത് ഇവിടുന്ന് വാങ്ങിക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് സോപ്പ് ഞാൻ അവിടെ അറിയാലോ, നമുക്കധികം സോപ്പായിട്ട് കിട്ടത്തില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കൂടുതലും മറ്റേ ജെൽ ടൈപ്പുള്ള അങ്ങനെയുള്ള ലിക്വിഡ് ടൈപ്പ് സോപ്പുകളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 വാങ്ങിച്ചു. പിന്നെ ഇത് മിററാണ്, ഒരു സ്മോൾ മിറർ, അവിടെ ഉണ്ടാവുന്ന മിറർ. എങ്കിലും നമുക്ക് അങ്ങോട്ടൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇത് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടൊരു സ്മോൾ മിറർ വാങ്ങിച്ചു. പിന്നെ നമ്മുടെ ബ്രഷ്, ടങ് ക്ലീനർ, പേസ്റ്റ്, ഇത് 3 സെൻസഡൻ്റ് ആണ് ഞാൻ വാങ്ങിച്ചത്. എനിക്ക് ഭയങ്കര പല്ലിന് എപ്പോഴും ഭയങ്കര കുടുക്കും കാര്യങ്ങളൊക്കെ, അപ്പോൾ അതുകൊണ്ട് അത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത് നിങ്ങൾ ആരും വാങ്ങിക്കാത്തൊരു സാധനമാണ്. ഇത് ഫുള്ള് എന്താ പറയണേ, പ്ലാസ്റ്റിക് കവറുകളാണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക്
ഈ എന്താ പറയുന്ന അടച്ചു മൂടിയുള്ള ബസ്, ട്രെയിന്, ചില സമയത്ത് യാത്ര ചെയ്യുമ്പോൾ വൊമിറ്റ് ചെയ്യുന്ന ഒരു ശീലമുണ്ട്. അതുകൊണ്ട് ഇത് ഞാൻ എപ്പോഴും കയ്യിൽ കരുതും. ഇവിടുന്ന് എന്താ പറയുന്നത്, ബാംഗ്ലൂർക്ക് ഞാൻ പോയ സമയത്തോ നാട്ടിലോട്ട് പോയ സമയത്താണോ അത് അവിടുന്ന് ഇങ്ങോട്ട് വന്ന സമയത്താണോ എനിക്കറിയില്ല, എൻ്റെ കയ്യിൽ ഇത് ഒരു കെട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ എപ്പോഴും കയ്യിൽ കരുതുന്ന ഒരു സാധനം. എപ്പോഴാണ് നമുക്ക് വൊമിറ്റ് ചെയ്യാൻ വരുന്നതെന്ന് പറയാനൊക്കെ പറ്റില്ലല്ലോ. യാത്ര ചെയ്യുമ്പോൾ പൊതുവെ എനിക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷെ ഭയങ്കര തലവേദനയും ഇതുപോലുള്ള ദുശീലങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇത് എപ്പോഴും കയ്യിൽ കരുതും. പിന്നെ ഇതൊരു ഗോൾഡൻ ഫേസ് മാസ്ക് ആണ്. ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ്, പക്ഷെ ജസ്റ്റ് ഒരു യൂസ് ഞാൻ ചെയ്തുള്ളൂ. കൊള്ളാം കേട്ടോ, നല്ല സാധനമാണ്. അപ്പം അതുകൊണ്ട് ഇത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ എടുത്ത് വെച്ചതാണ്. പിന്നെ ഒരു കാജൽ. ഇത് കാജൽ ഞാൻ എന്താ പറയുന്നത്, ഇവിടുന്ന് ഹിമാലയയുടെ കാജലാണിത്. കൺമഷി സ്ഥിരമായിട്ട് എഴുതുന്ന ഒരു ശീലം എനിക്കുണ്ട്. എനിക്ക് അത് ഐലൈനർ അത്ര ഞാൻ എഴുതത്തില്ല, വല്ലപ്പോഴും ആഗ്രഹം തോന്നുമ്പോൾ മാത്രമേ ഞാൻ എഴുതത്തുള്ളൂ. എനിക്ക് ഭയങ്കര ചൊച്ചിൽ പോലെയൊക്കെയാണ് കണ്ണിന് ഐലൈനർ എഴുതുമ്പോൾ. പണ്ട് ഒത്തിരി എഴുതുമായിരുന്നു, അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ. അപ്പം അതുകൊണ്ട് കൺമഷിയാണ് ഞാനിപ്പോൾ സ്ഥിരം യൂസ് ചെയ്യുന്നത്. ഇത് ഹിമാലയയുടെ കാജലാണ്. അതുകൂടാതെ ഇവിടുന്ന് ഹോം മെയ്ഡ് കാജൽ കിട്ടും, അപ്പോൾ അത് 2 വാങ്ങിച്ചിട്ട് പോകണമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് ഇത് ബ്യൂട്ടി പ്രോഡക്റ്റ് പെടുന്നതല്ല, പക്ഷെ നമ്മുടെ എന്താ പറയുന്നത് സേഫ്റ്റി പിൻ, അതുപോലെ സൂചി നൂലും ഇതൊക്കെ നമുക്ക് എവിടെ ആവശ്യം വരുന്നതെന്ന് അറിയില്ല, അത് ഞാൻ എന്തായാലും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മുടെ പാട്, ഇത് ഒരെണ്ണം കൂടെ വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് എവിടെ അവൈലബിൾ ആണെന്നൊന്നും അറിയത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയൊക്കെയാണ്. ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത്, നമ്മുടെ പാത്രങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങൾ കാണിച്ചു തരാം. അപ്പം അടുത്ത് പാത്രങ്ങൾ വരുമ്പോഴത്തേക്കിനും 1-2 സാധനം ഞാൻ വാങ്ങിക്കാനുണ്ട് കേട്ടോ. കാരണം കുക്കർ, അതുപോലെ ഫ്ലാസ്ക്, ഇത് 2 ഞാൻ വാങ്ങിച്ചിട്ടില്ല. കാരണം കുക്കർ അവിടെ ചെന്ന് ലുലു നോക്കിയപ്പോൾ കൂടുതൽ അലൂമിനിയത്തിൻ്റെ കുക്കറാണ്. അപ്പോൾ അതിനെക്കാട്ടി നല്ലത് നമുക്ക് മറ്റേ സ്റ്റീലിൻ്റെ കുക്കറാണല്ലോ. അപ്പോൾ ഇവിടെ ക്യാരിപ്പോർട്ടിലൂടെ നോക്കിയിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയില്ല. അപ്പോൾ കുറഞ്ഞത് ഒരു 5 ലിറ്ററെങ്കിലും, 5 അല്ലെങ്കിൽ 3 ലിറ്റർ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കുക്കർ ഒരെണ്ണം എന്തായാലും മസ്റ്റായിട്ട് നമ്മുടെ കയ്യിൽ വേണം. അപ്പം അതുപോലെ തന്നെ എന്താ പറയുന്നത്, ഫ്ലാസ്ക് വേണം, അത് ഒരെണ്ണം വാങ്ങിക്കണം. നോക്കിയിട്ട് അത് അത്ര കംഫർട്ടബിൾ ആയിട്ടൊന്നും കിട്ടിയില്ല, അത് 2 വാങ്ങിക്കാൻ കിടപ്പുണ്ട്. പിന്നെ ഞാൻ വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടിഫിൻ ബോക്സ് വാങ്ങിച്ചു. ഇത് നമ്മുടെ എന്താ പറയുന്നത് ഹോട്ട് നിൽക്കുന്ന ടൈപ്പ് ടിഫിൻ ബോക്സ് ആണ്. ഒരു 2 ഇതുണ്ട്, പാത്രമുണ്ട്. അപ്പം ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരെണ്ണം കൊണ്ടുപോയാൽ മതിയെങ്കിൽ നമുക്ക് ഇതിൻ്റെ മേളത്തെ ഈ ഒരു ഇതിൽ അടപ്പ് ഊരിയിട്ട് ഇത് ഒരെണ്ണത്തിൽ മാത്രം ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം. 2 വേണേൽ 2 കൊണ്ടുപോകാം. ഇങ്ങനെ നമുക്ക് കൊണ്ടുപോകാം അങ്ങനെ. അപ്പോൾ അത് ടിഫിൻ ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഒരു ചായപാത്രം വാങ്ങിച്ചു. എല്ലാം ഞാൻ ചെറുതാട്ടോ വാങ്ങിച്ചത്. ഒരു ഗ്ലാസ് വാങ്ങിച്ചു. അപ്പോൾ ഗ്ലാസ് മറ്റേ ഫൈബറിൻ്റെ ഒക്കെ എടുക്കാൻ ഒരുങ്ങിയ, പിന്നെ ഓർത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ എടുത്തിട്ട് അത് പൊട്ടിയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെന്ന് എന്ത് ചെയ്യും, അതുകൊണ്ട് തൽക്കാലം ഒരെണ്ണം സ്റ്റീലിൻ്റെ അങ്ങ് വാങ്ങിച്ചു. അവിടെ ചെന്നിട്ട് പിന്നെ ഫൈബറിൻ്റെ ആണെങ്കിൽ വാങ്ങിക്കാമല്ലോ. അതുപോലെ ഒരു പാൻ വാങ്ങിച്ചു. അപ്പോൾ ഇത് എന്താ പറയുന്നത് പ്രസ്റ്റീജിൻ്റെ പാനാണ്. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് അല്ലേ? എത്രയുണ്ട് ഇതിന്? 9 റിയാൽ. ഓക്കെ, ഇത് കണ്ട ചെറുതാണെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിലും 8-9 റിയാൽ ആയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുന്നത് പ്രസ്റ്റീജിൻ്റെ ഒരു പാൻ വാങ്ങിച്ചു. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് പാത്രം കഴുകുന്ന ഒരു എന്താ പറയുന്നത് സ്പോഞ്ച് വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ അരിപ്പ വാങ്ങിച്ചു. പിന്നെ ഒരു തവി വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമുക്ക് വീട്ടിൽ നിന്ന് പ്ലേറ്റ്, അതുപോലെ തന്നെ സ്പൂണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഓൾറെഡി ഇരിപ്പുണ്ട്. അതുകൊണ്ടാണ് അത് ഞാൻ വാങ്ങിക്കാഞ്ഞത്. അതുകൂടെ ഇതിൻ്റെ കൂടെ വെക്കണം. അതുപോലെ ചോറ് നമുക്ക് കുക്കറിൽ വെച്ചിട്ട് നമ്മൾ നേരെ ഊറ്റുവാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഒരു ഇതിനെന്താ പറയുന്നത്, അരിപ്പയോ ചോർപ്പ കണ്ണോപ്പ. ഓക്കെ, അതൊന്ന് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു നോൺ സ്റ്റിക്കിൽ നമുക്ക് ഇളക്കാൻ വേണ്ടി ഒരു തടിയുടെ ചിരട്ട തടിയാണ് തോന്നുന്നത്. അതുപോലെ ഒരു കത്തി വാങ്ങിച്ചിട്ടുണ്ട്, ഒരു മീഡിയം ടൈപ്പ്. പിന്നെ നമ്മൾ കുക്കറിൻ്റെ മേളിൽ വെക്കുന്ന ഒരു ഇതില്ല, എന്താ പറയുന്നത്, പുട്ടുപാത്രം. പുട്ട് ആണ് എനിക്ക് മെയിൻ എൻ്റെ ആഹാരം. അതുകൊണ്ട് എനിക്ക് പുട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഒരു പുട്ടുപാത്രം വാങ്ങിച്ചിട്ടുണ്ട്. ഇത് കുക്കറിൻ്റെ മേളിൽ നമ്മൾ വിസിൽ ഊരിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെക്കുന്നതാണ്. അതുപോലെ ഒരു ജഗ് വാങ്ങിച്ചിട്ടുണ്ട്. ചെക്കല്ലേ ഏട്ടാ, ഇത് കപ്പ്, സോറി, ഒരു കപ്പ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ കപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ഏതോ ഒരു വീഡിയോയ്ക്കകത്ത് കണ്ടപ്പോൾ അവർ പറഞ്ഞാണേ കപ്പ് വാങ്ങിക്കണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കപ്പ് വാങ്ങിച്ചത്. ഓക്കെ, അപ്പം അടുത്ത ഐറ്റംസ് ഇനിയും കാണിച്ചു തരാം. അപ്പം അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ട്രാവൽ പില്ലോ വാങ്ങിച്ചിട്ടുണ്ട്.
ഇത് ഇതുപോലെ നല്ല ടക്കൊക്കെ ചെയ്യുന്ന നല്ല ടൈപ്പ്. നിങ്ങൾ ഓൾറെഡി വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഷോപ്പിംഗ് വീഡിയോയുടെ ഇതിനകത്ത് കണ്ടിട്ടുണ്ടാവുമല്ലോ. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ടൈപ്പാണ് കേട്ടോ. ഇതൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ലുലുന്ന് വാങ്ങിച്ചാണ്. ഇതിന് ഏകദേശം ഒരു 3 റിയാൽ മുകളിലങ്ങാണ്ടായിട്ടുണ്ട്. അതുപോലെ പിന്നെ ആണെങ്കിൽ ഞാൻ വിളക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കെടാവിളക്കില്ലേ, ഇതിൻ്റെ ചെറിയ ടൈപ്പാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഞാൻ ഇവിടെ വെച്ചിട്ട് ചെറുത്ത് കൊണ്ടുപോകാമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇത് കണ്ടില്ലേ, നമുക്ക് പെട്ടെന്ന് കരിഞ്ചിരി ഒന്നും കത്തത്തില്ല. കെടാവിളക്കാണ്. അതുപോലെ ഇവിടെ ലുലുന്ന് വാങ്ങിച്ചാട്ടോ ഈ ഐറ്റംസ് ഒക്കെ. ഇതൊന്നും അവിടെ കിട്ടുമെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു കിട്ടത്തില്ലെന്ന് തന്നെ തോന്നുന്നു. എന്തായാലും തിരി, നമ്മുടെ വിളക്കിലിടുന്ന തിരി, അതുപോലെ സാമ്പ്രാണി തിരി, ഇതിൻ്റെ മുകളിലൊരു തീപ്പത്തി ഉണ്ട്. ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊന്നും അവിടെ കിട്ടില്ലായിരിക്കും. എനിവേ എന്തായാലും ഒരു വർഷം ഓടുമെന്ന് തോന്നുന്നു. അതുപോലെ പിന്നെ വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെരുപ്പ് നമ്മുടെ ഇത് സ്ലിപ്പേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട് വീട്ടിലിടാനായിട്ട്. അതുകൂടാതെ നമുക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള എന്താ പറയുന്നത് സ്കെച്ചേഴ്സിൻ്റെ ഇതുപോലത്തെ 2 ഇത് കൂടാതെ ഒരെണ്ണം കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. 2 ഷൂ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിനിവിടെ 36 റിയാലാണ്. അതായത് ഒരു 5000 രൂപ, ഒരു 6000 രൂപ അടുത്ത് വരും. പക്ഷേ ഇത് ഓഫറിലായിരുന്നു. അപ്പോൾ ഓഫർ കുറച്ചുകൂടെ കുറവുണ്ടായിരുന്നു അല്ലേ? എത്ര ഉണ്ടായിരുന്നു? 18 റിയാലെങ്ങാണ്ടായിരുന്നു ഓഫറിൽ കണ്ടത്. ഇതിൻ്റെ തന്നെ ഒരു നേവി ബ്ലൂ ടൈപ്പ് കൂടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അത് ഞാൻ ഓൾറെഡി 1-2 വട്ടം ഇട്ടു കിട്ടും. അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ വെക്കാൻ. ഇത് ഇട്ടിട്ടേ ഇല്ല, തന്നെ ഇരിക്കുക. ഇത് ബ്ലാക്കാണ് കേട്ടോ. ബ്ലാക്കിൽ നല്ല ഒരു ഗിൽറ്റി ആയിട്ടുള്ള ഒരു ഇതൊക്കെ വരുന്നതാണ്. അതുപോലെ ഇത് ഞാൻ ഉപയോഗിച്ചപ്പോൾ ഞാൻ വീണ്ടും ബ്ലാക്ക് വാങ്ങിക്കാൻ, ആദ്യം ബ്ലൂ ആണ് വാങ്ങിച്ചത്. എന്നിട്ട് ബ്ലാക്ക് വാങ്ങിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് പൊടിയൊക്കെ പറ്റാതെ ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. പെട്ടെന്ന് പോകും പൊടി. നമ്മളൊരു ജസ്റ്റ് തുണി നനച്ച് ജസ്റ്റ് ഒന്ന് തൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നല്ല ഗിൽറ്റി ആയിട്ടിരിക്കും, നല്ല വൃത്തിയായിട്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ബ്ലാക്കും കൂടെ വാങ്ങിച്ചത്. അപ്പോൾ അത് 2 വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തലയിലിടുന്ന ഐറ്റംസ് ആണ്. ഇത് തന്നെ ഞാൻ കവറിൽ തേച്ച് വെച്ചേക്കുവാണ്. അപ്പോൾ മെയിനായിട്ട് ഒരു 3 ബോ വാങ്ങിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇതുപോലെ എന്താണ് പുഴു ബ്ലാക്ക് വൈറ്റ് ഉള്ളതെന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ തല നമ്മൾ പുട്ടപ്പ് ചെയ്ത് കെട്ടത്തില്ലേ, പൊക്കി കെട്ടുന്ന സമയത്ത് നെറ്റ് മുടി ഇങ്ങനെ പൊങ്ങി നിൽക്കാതിരിക്കാനായിട്ട് ഇതിട്ടിട്ട് ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് മുടി ഇരിക്കുമല്ലോ. പിന്നെ അതുപോലെ ചെറിയ കുഞ്ഞു ക്ലിപ്പുകളില്ലേ, നമ്മൾ മുടി അല്ലാതെ കെട്ടി വെക്കുന്ന സമയത്ത് ഉപയോഗിക്കാനായിട്ട് വൈറ്റ്, ബ്ലാക്ക്, ബ്രൗൺ, അങ്ങനെ 3 ടൈപ്പ്. ഇതിൻ്റെ തന്നെ പല സൈസാണ് വാങ്ങിച്ചേക്കുന്നത്. ഇത് കണ്ടോ, ഇത് നല്ല ഒരു ഗോൾഡൻ, അതുപോലെ പല ഗിൽറ്റി ടൈപ്പ്, എന്താ പറയുന്ന തിളങ്ങുന്ന ടൈപ്പ് കല്ലുകളൊക്കെ ഉള്ള ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. പച്ച, വൈറ്റ്, പിങ്ക് അങ്ങനെ 3-4 കളറുണ്ട്. ഇത് ഏറ്റവും ചെറുത്. ഇത് അതിനെക്കാട്ടി കുറച്ചും കൂടെ വലുത്. പിന്നെ ഒരെണ്ണം ഈ ടൈപ്പ്, ഇത് ഒരു മീഡിയം ടൈപ്പാണ് ഇത്. അതുപോലെ തന്നെ ഇത് ഇത്തിരി വലിയത്. ഇതിനെക്കാട്ടി വലുത് ഞാൻ ഉപയോഗിക്കത്തില്ല കേട്ടോ. ഇതിനെക്കാട്ടി വലിയ ടൈപ്പ് ഉണ്ട്, അത് ഞാൻ ഉപയോഗിക്കത്തില്ല. കുത്തുമ്പോൾ എനിക്ക് ഇവിടെ വേദന എടുക്കുന്ന പോലെ തോന്നും. അതുപോലെ സ്ലൈഡ് ഒരു 3 വേറെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ, വേറെ ഉപയോഗിക്കാൻ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഓൾറെഡി സ്ലൈഡ്, അതുപോലെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇപ്പോൾ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ ലിപ് ലൈനർ, ലിപ്സ്റ്റിക്ക്, അതുപോലെ എന്താണ് നമ്മുടെ ഐലൈനർ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഇരിക്കുന്നത് നമ്മൾ കൊണ്ടുപോകും. പക്ഷേ സിന്ദൂരം മാത്രം ഇവിടെ കിട്ടാനില്ല. ഞാനത് പണ്ട് നാട്ടിൽ നിന്ന് വന്ന സമയത്ത് ആരോ വന്നപ്പം മമ്മിയെ കൊണ്ട് കൊടുത്ത് വിളിച്ചത്. അത് ഓൾമോസ്റ്റ് തീരാറായി. അതുകൊണ്ട് ഞാൻ നോക്കട്ടെ, ഞാനത് ലിക്വിഡ് ടൈപ്പ് ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചിട്ട് സിന്ദൂരം പോലെ തൊടാമെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഇതുപോലത്തെ സ്ലൈഡ്, ഇത് ബാക്കിയും കൂടി ഇവിടെ ഇഷ്ടംപോലെ ഇരിപ്പുണ്ട്. അതുകൂടെ നോക്കി എടുത്തുകൊണ്ട് പോകണം. ഇത് ഞാൻ ഉപയോഗിച്ചതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ അത്രയാണ് തലയിലിടുന്ന സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടിയത്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട. ഇത് ഞാൻ 2 ഫോൾഡിൻ്റെ കുട എടുത്തത് എന്താണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ? ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ അതിനകത്ത് അവർ പറയുന്നുണ്ടായിരുന്നു 3 ഫോൾഡിൻ്റെ കുടയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അവിടെ നല്ല കാറ്റൊക്കെ ഉണ്ടാവില്ല, എപ്പോഴും മഴയൊക്കെ ഉള്ള സ്ഥലമല്ലേ. അപ്പോൾ കുട എന്തായാലും വേണം. അപ്പോൾ 2 ഫോൾഡിൻ്റെ കുടയൊക്കെയാണ് പെട്ടെന്ന് ഒടിഞ്ഞു പോകും കാറ്റടിച്ചിട്ട്, അല്ല 3 ഫോൾഡിൻ്റെ. അപ്പോൾ 2 ഫോൾഡാണെങ്കിൽ കുറച്ചും കൂടെ ലാസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 2 ഫോൾഡിൻ്റെ കുട വാങ്ങിച്ചാട്ടോ, അല്ലാതെ ഞാനിത് ഉപയോഗിക്കത്തില്ലായിരുന്നു. പക്ഷേ ഇത് നല്ല കുടയാണ്, ഹാപ്പിയുടെ കുടയാണ്. ഒരു ഡാർക്ക് നേവി ബ്ലൂ കളറാണ്. കൊള്ളാം, നല്ല ബ്രാൻഡ് കുടയാണ്, ഒടിഞ്ഞു പോവില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രോണിക് ഐറ്റംസ് ആണ്. ഇലക്ട്രോണിക് ഐറ്റംസിൽ ഞാൻ വാങ്ങിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെഡ്സെറ്റ് വാങ്ങിച്ചു. ഇതൊരു സാധാ ഹെഡ്സെറ്റാണ്.
ഓൾറെഡി ഇവിടെ നമ്മളല്ലാതെ ചാർജ് ചെയ്യുന്ന ഇതുപോലെ വയർ ടൈപ്പ് അല്ലാത്ത ഹെഡ്സെറ്റ് ഉണ്ട് ഇവിടെ. പക്ഷേ എനിക്കത് ചാർജ് ചെയ്യുന്ന വലിയൊരു ബാധ്യത ആയതുകൊണ്ട് ഞാൻ മറന്നു പോകും. അപ്പം അത് കാരണം ഞാനതങ്ങനെ ഉപയോഗിക്കാറില്ല. ഹെഡ്സെറ്റ് ഉപയോഗിക്കൽ എനിക്ക് വളരെ കുറവാണ്. പിന്നെ ഇപ്പോൾ പാട്ടൊക്കെ കേൾക്കണോണ്ട് അവിടെ അറിയാലോ, ഓൾറെഡി ഞാൻ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ അവിടെ ആൾക്കാർക്ക് നമ്മൾ സംസാരിക്കുന്ന അതിൽ ഉറക്കത്തിലല്ല ഒച്ചത്തിൽ കിടന്ന് സംസാരിക്കുന്നതോ നമ്മൾ ഒച്ചത്തിൽ പാട്ട് വെക്കുന്ന അങ്ങനെയൊന്നും ഇഷ്ടമല്ല എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഹെഡ്സെറ്റ് എന്തായാലും പാട്ട് കേൾക്കാനൊക്കെ വേണമല്ലോ, ഫോൺ വിളിക്കാനും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു സാധാ ടൈപ്പ് ഹെഡ്സെറ്റാണ് എടുത്തത്. ഇതിനന്ന് സാധാ ടൈപ്പ് ആയാലും ഇതിനിവിടെ 4 റിയാൽ സംതിങ് ആയി കേട്ടോ. പക്ഷെ സാധാരണ ഒരു ടൈപ്പ് ഹെഡ്സെറ്റ് നമ്മൾ സാധാ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനെന്താ പറയുന്നത്, യൂണിവേഴ്സൽ അഡാപ്റ്റർ കണ്ടില്ലേ, ഇതുപോലെ 2 പിന്നിൻ്റെ അഡാപ്റ്റർ ഇതാണ് അവിടെ വരുന്നത്. അവിടെ വരുന്ന പ്ലഗുകളൊക്കെ ഇതുപോലത്തെ നമ്മുടെ റൗണ്ട് ഷേപ്പ് പണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു, ഇപ്പം നമ്മുടെ ചതുരത്തിലുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു യൂണിവേഴ്സൽ അഡാപ്റ്റർ ഞാനൊരു 2 എണ്ണം വാങ്ങിച്ചു. ഇത് ഇച്ചിരി കൂടെ ബ്രാൻഡഡ് ആണ്. ഇത് എന്താ പറയുന്നത്, ഇത് E-Link എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. ഇത് സാധാരണ ഒരെണ്ണം അതുകൂടെ വാങ്ങിച്ചാൽ, ഞാനും ഇത് കേടായി പോയാലോ എന്ന് വിചാരിച്ച ഒരെണ്ണം കൂടെ വാങ്ങിച്ചാണ് കേട്ടോ. അപ്പോൾ അത് അഡാപ്റ്റർ അങ്ങനെ വാങ്ങിച്ചു. പിന്നെ ഇലക്ട്രോണിക് ആയിട്ട് ഐറ്റംസ് പറയുന്ന ഓൾറെഡി നമ്മുടെ ഈ ഫോണുണ്ട്, പിന്നെ ചാർജർ. ഞാൻ പിന്നെ ലാപ്ടോപ്പ് ഒന്നും കൊണ്ടുപോയില്ല, കാരണം ഇത് ഓൾറെഡി ലാപ്ടോപ്പ് ഞങ്ങൾ ഉപയോഗിച്ച് കുറച്ചായ കാരണം അത് ഓൾറെഡി ശരിക്കും വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ ലാപ്ടോപ്പ് ഒന്നും കൊണ്ടുപോകുന്നില്ല. പിന്നെ ലാപ്ടോപ്പിലൊന്നും അതിൽ പണി ചെയ്യുന്ന ശീലമൊന്നും എനിക്കില്ല, അതുകൊണ്ട് അത് കൊണ്ടുപോകണില്ല. പിന്നെ ഞാനൊരു ജിംബൽസ് വാങ്ങിച്ചായിരുന്നു, 10-25 റിയാൽ കൊടുത്തു. പക്ഷെ അതെന്തോ ശരിക്കും വർക്ക് ചെയ്യണില്ല. ഇനി ചിലപ്പോൾ തിരിച്ചു കൊടുക്കും, ചിലപ്പോൾ എന്താണെന്ന് അറിയില്ല അതിൻ്റെ ഇത്. പിന്നെ വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 നോട്ട് ബുക്ക് വാങ്ങിച്ചു. ഓൾറെഡി ഒരു നമ്മുടെ ഡയറി ടൈപ്പ് ഒരു ബുക്ക് ഞാൻ ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം അത് നമുക്ക് ചെറിയ ഷോർട്ട് നോട്ടൊക്കെ എഴുതാനായിട്ടും ഒക്കെ ആയിട്ട്. അതുകൂടാതെ 2 നോട്ട് ബുക്ക് വാങ്ങിച്ചു. നമുക്കറിയാലോ, ഒരു 6 മാസം നമുക്ക് ക്ലാസ് ഉണ്ടാവും. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് നോട്ടൊക്കെ എഴുതി വെക്കണമല്ലോ. പിന്നെ അതിൻ്റെ കൂടെ പേന വേണം. പേന ഞാൻ വാങ്ങിച്ചിട്ടില്ല, അത് ഓൾറെഡി വാങ്ങിക്കണം. പിന്നെ അടുത്ത ഐറ്റംസ് കാണിച്ചു തരാം. അടുത്ത സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 2 ബെഡ്ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. 2 മറ്റേ നമ്മുടെ എന്താ സിംഗിൾ ബെഡിൻ്റെ 2 ബെഡ്ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ അവിടെ ചെന്നിട്ട് വാങ്ങിക്കാമല്ലോ. തൽക്കാലത്തേക്ക് 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അവരവിടുന്ന് ബെഡും അങ്ങനെ കമ്പിളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവർ തരുമെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എനിക്കറിയില്ല. എന്തായാലും ഇപ്പം ഞാൻ ചെല്ലുന്ന തണുപ്പ് സീസൺ അല്ലാത്തതുകൊണ്ട് തൽക്കാലം ഞാൻ 2 എണ്ണം വാങ്ങിച്ചു ബെഡ്ഷീറ്റ്. ഇത് തന്നെ നല്ല വെയിറ്റ് ആണോ. പിന്നെ ഒരു ടവൽ വാങ്ങിച്ചു. ഇതൊക്കെ ഞാൻ എടുക്കുന്ന വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ടില്ലേ. ഞാൻ ഒരു ടവൽ വാങ്ങിച്ചു, അതുപോലെ 2 തോർത്ത് വാങ്ങിച്ചു. ഇതൊക്കെ ലുലുന്നാ വാങ്ങിയത് കേട്ടോ, വൈറ്റ് തോർത്ത് 2 എണ്ണം. പിന്നെ എന്താ പറയുന്നത്, സോപ്പ് പൊടി. ഇത് ഞാൻ ഇങ്ങനെ കൊണ്ടുപോയില്ല, ഇതിൽ കവറിനകത്താക്കി മാറ്റി വേണം കൊണ്ടുപോകാനായിട്ട്. ഇത്രയും വെറുതെ സാധനത്തിൻ്റെ വെയിറ്റ് കൂട്ടണ്ടല്ലോ. ഒരു ചെറിയ സോപ്പ് പൊടി വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊരു 1/2 കിലോ ആണെന്ന് തോന്നുന്നു, ഒരെണ്ണം വാങ്ങിച്ചു. പിന്നെ വാങ്ങിച്ച ഇതെന്ന് പറയുന്നത് ടിഷ്യൂ പേപ്പർ ആട്ടോ. ഇത് ഞാൻ ഇങ്ങനത്തെ സ്മോൾ ടൈപ്പ് വാങ്ങിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഇതാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് അങ്ങോട്ട് കൊണ്ട് നടക്കാൻ എടുക്കാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് സ്മോൾ ടൈപ്പ് വാങ്ങിച്ചത്. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് രാവിലെ നേരം വെളുക്കുമ്പോൾ ഒരു കാര്യമില്ലാതെ ചിലപ്പോൾ മൂക്കൊലിക്കുന്ന ശീലമൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് വെളിയിലിറങ്ങി അപ്പം എനിക്ക് മൂക്കൊലിക്കാൻ തുടങ്ങും. എന്താണ് കാര്യം എന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഇതെനിക്ക് എപ്പോഴും ആവശ്യം വരുന്നൊരു സാധനമാണ്. അപ്പം അതുകൊണ്ട് ടവലൊന്നും അവിടെ അധികം ആൾക്കാർ അങ്ങനെ യൂസ് ചെയ്യില്ല എന്നാണ് കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ടിഷ്യൂ വാങ്ങിച്ചു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ സാധനങ്ങളൊക്കെ. ഇനിയും വാങ്ങിക്കാനായിട്ട് കുറച്ച് ഐറ്റംസ് ഉള്ള, ഞാൻ പറഞ്ഞില്ലേ, കുക്കർ, അതുപോലെ എക്സ്റ്റൻഷൻ, പിന്നെ അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ വലിയ കാര്യമായിട്ടൊന്നും ഇനി വാങ്ങിക്കാനില്ല. ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും നമ്മൾ വാങ്ങിക്കഴിഞ്ഞു. ഇനി പോയാൽ മതി. അപ്പോൾ ഇനി അടുത്ത നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഞാൻ ഇതൊക്കെ പെട്ടി പാക്ക് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ അത് ഞാനല്ല ചെയ്യുന്നത്, ചേട്ടയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് ഓരോ സാധനങ്ങളും നമ്മളിപ്പോൾ ഈ അച്ചാർ അല്ലെങ്കിൽ കുട്ടി സാധനങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ അതിൻ്റേതായ ഒരു രീതിയിൽ വേണമല്ലോ പാക്ക് ചെയ്തുകൊണ്ട് പോകാനായിട്ട്. അതുപോലെ ഡ്രസ്സൊക്കെ നമുക്ക് എങ്ങനെ സ്പേസ് അധികം പോകാതെ നമുക്ക് എങ്ങനെ മടക്കാം, എങ്ങനെ റെഡിയാക്കി വെക്കാം, ഇതൊക്കെയാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.